പ്രിയരെ നമസ്കാരം. വരാഹപുരാണത്തിൻ്റെ 5-ാമത്തെ വീഡിയോയിലേക്ക് മാന്യ ഹൈന്ദവർക്ക് ഹൃദ്യമായ സ്വാഗതം. ധേനുദാനത്തിൻ്റെ പ്രാധാന്യത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ആരംഭിക്കാം. വരാഹപുരാണത്തിൻ്റെ 6-ാം ഭാഗമായ ധേനുദാനത്തിൽ 5 വിഭാഗങ്ങളാണുള്ളത്. അതിലെ ആദ്യ വിഭാഗത്തിൽ തിൽ ധേനുദാനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പൊടിച്ച എള്ളുകൊണ്ട് നിർമ്മിച്ച പശുവിൻ്റെ വിഗ്രഹം ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു. വിഗ്രഹത്തിന് 16 പ്രസ്ഥങ്ങൾ ഭാരമുണ്ടായിരിക്കണം. അതായത് ഒരു പ്രസ്ഥം എന്നാൽ 4 കുടവാകുന്നു. പുരാതന ഭാരതത്തിൻ്റെ അളവ് രീതിയാണിത്. അത്രയും അതിന് കുറയാത്ത ഭാരമുണ്ടായിരിക്കണം. അതുപോലെ പൊടിച്ച എള്ളുകൊണ്ട് നിർമ്മിച്ച 4 പ്രസ്ഥങ്ങൾ തൂക്കമുള്ള കാളക്കുട്ടിയുടെ വിഗ്രഹവും ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണം. പശുവിൻ്റെയും കിടാവിൻ്റെയും ഈ വിഗ്രഹങ്ങൾക്ക് പുറമേ ഒരു ഭക്തൻ മാൻതോലും ദാനം ചെയ്യണം. ദാനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓ തിൽ ധേനു, എനിക്ക് അഭിവൃദ്ധി അനുഭവിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ക്ഷാമവും അനുഭവപ്പെടാതിരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും വേണം. ദാനം സ്വീകരിച്ച ബ്രാഹ്മണൻ, ഓ ദേവി, ഞാൻ നിന്നെ വിനയത്തോടെ സ്വീകരിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുകയും പോറ്റുകയും ചെയ്യുക. അതുപോലെ തന്നെ ആരാണോ ദാനം നൽകിയത് അവരെയും. തിൽ ധേനുദാനം നൽകിയ വ്യക്തിയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും മരണശേഷം വിഷ്ണുലോകം പ്രാപിക്കുകയും ചെയ്യട്ടെ. വരാഹപുരാണത്തിലെ ധേനുദാനവുമായി ബന്ധപ്പെട്ട ഭാഗത്തിലെ 2-ാം വിഭാഗത്തിൽ ജലധേനുദാനത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ജലധേനുദാനം ചെയ്യുന്ന രീതി ഇപ്രകാരമാണ്. ആദ്യം ചെറിയൊരു സ്ഥലം ചാണകം പൂശി ശുദ്ധീകരിക്കുകയും നടുവിൽ 2 ചെറിയ കുടങ്ങൾ വയ്ക്കുകയും ചെയ്യുന്നു. ഈ കലങ്ങൾ വെള്ളം, കർപ്പൂരം, ചന്ദനം തുടങ്ങിയ വ്യത്യസ്ത വസ്തുക്കളാൽ നിറയ്ക്കുന്നു. തുടർന്ന് ഭക്തൻ ദേവതയായ ജലധേനുവിനെയും കിടാവിനെയും യഥാക്രമം ആ കലങ്ങളിൽ വസിക്കുന്നതായി സങ്കല്പിക്കണം. 2 കലങ്ങളും ചന്ദനം, പൂക്കൾ തുടങ്ങിയ വിവിധ വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ച് പൂജിക്കണം. ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം 2 വിഗ്രഹങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു. ജലധേനുദാനം ചെയ്യുന്ന വ്യക്തിയോ അത് സ്വീകരിക്കുന്ന ബ്രാഹ്മണനോ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടിയ ശേഷം വിഷ്ണുലോകം പോകുന്നു. വരാഹപുരാണത്തിൻ്റെ ധേനുദാന ഭാഗത്തിലെ 3-ാമത്തെ വിഭാഗത്തിൽ രസധേനുദാനത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഒന്നാമതായി ആ സ്ഥലം പശുവിൻ്റെ ചാണകം കൊണ്ട് പൂശി ശുദ്ധീകരിക്കണം. തുടർന്ന് ഒരു കറുത്ത മാനിൻ്റെ തോലതിൽ വിരിച്ച് അതിൽ കുശപ്പുല്ല്, അതായത് കറുകപ്പുല്ല് വിതറുന്നു. അതിനു മുകളിൽ വലുതും ചെറുതുമായ 2 കലങ്ങൾ അടുത്തടുത്തായി വയ്ക്കുന്നു. ഈ കലങ്ങൾ കരിമ്പ് നീരുകൊണ്ട് നിറച്ച് രസധേനുവിനെയും കാളക്കുട്ടിയെയും പ്രതീകപ്പെടുത്തുന്നു. രസധേനുവിൻ്റെ 4 കാലുകളെ പ്രതീകപ്പെടുത്തുന്നതിനായി 4 കരിമ്പുകൾ 4 കോണുകളിലും ഉറപ്പിക്കുന്നു. അതിനുശേഷം ഓരോ കരിമ്പിൻ്റെയും ചുവട്ടിൽ കുളമ്പുകളെ പ്രതീകപ്പെടുത്തുന്ന ഒരു ചെറിയ വെള്ളിക്കഷ്ണം സ്ഥാപിക്കുന്നു. പിന്നീട് വർണ്ണാഭമായ തുണികളും പൂക്കളും കൊണ്ട് രസധേനുവിനെ അലങ്കരിക്കുന്നു. വീണ്ടും രസധേനുവിൻ്റെ അടുത്തുള്ള 4 കോണുകളിലും എള്ളു നിറച്ച 4 ചെറിയ കലങ്ങൾ സൂക്ഷിക്കുന്നു. ആരാധന പൂർത്തിയാക്കിയ ശേഷം രസധേനുവിനെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണം. രസധേനുവിനെ ദാനം ചെയ്യുന്നയാൾ തൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും അവൻ്റെ എല്ലാ പൂർവികരും വരും തലമുറകളും സ്വർഗത്തിൽ എത്തുകയും ചെയ്യുന്നു. വരാഹപുരാണത്തിൻ്റെ 6-ാം ഭാഗത്തിലെ ധേനുദാനത്തിൻ്റെ 4-ാം വിഭാഗത്തിൽ ഗുഡധേനുദാനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പേരിൽ നിന്ന് വ്യക്തമാവുന്നത് പോലെ ഈ ആചാരത്തിൽ കുറച്ച് ശർക്കരയെടുത്ത് ഒരു പശുവിൻ്റെയും കിടാവിൻ്റെയും രൂപമുണ്ടാക്കുന്നു. ഭൂമി ചാണകം പൂശി ശുദ്ധീകരിച്ച ശേഷം അതിൽ കറുത്ത മാനിൻ്റെ തൊലി വിരിക്കുന്നു. കുറച്ച് കറുകപ്പുല്ല് ആ മാൻതോലിൽ വിരിച്ച് ഒരു തുണിക്കഷ്ണം കൊണ്ട് മൂടുന്നു. അവിടെ പശുവിൻ്റെയും കിടാവിൻ്റെയും വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് ഉചിതമായ ആചാരങ്ങളോടെ ആരാധിക്കുകയും തുടർന്ന് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഒരു ഭക്തൻ ചെരുപ്പുകൾ, കുട, സാധ്യമെങ്കിൽ ഒരു സ്വർണ്ണമോതിരം എന്നിവയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. ഒരു ഗുഡധേനുവിനെ ദാനം ചെയ്യുന്നത് ഒരു മനുഷ്യന് മുനിമാരും സന്യാസിമാരും വസിക്കുന്ന ദിവ്യലോകത്തെ നേടാൻ സഹായിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ തൻ്റെ പൂർവികരെയും ഭാവി തലമുറകളെയും മോചിപ്പിക്കുന്നു. ധേനുദാന വിഭാഗത്തിലെ 5-ാമത്തെ വിഭാഗമാണ് ശർക്കര ധേനുദാനം. ഈ ആചാരത്തിൽ പശുവിൻ്റെയും കാളക്കുട്ടിയുടെയും വിഗ്രഹങ്ങൾ പഞ്ചസാര കൊണ്ടാണ് നിർമ്മിക്കുന്നത്. പൂജിച്ച ശേഷം അവയെ ബ്രാഹ്മണന് ദാനം ചെയ്യണം. ആ ഭക്തൻ ഒരു ദിവസം പഞ്ചസാര മാത്രം കഴിച്ച് ജീവിക്കണം. ശർക്കര ധേനുവിനെ ദാനം ചെയ്യുന്നതിനാൽ മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടുന്നു. അതുപോലെ തേനുകൊണ്ടുണ്ടാക്കിയ മധുധേനുവിനെ ദാനം ചെയ്യുന്നതും വെണ്ണ കൊണ്ടുണ്ടാക്കിയ നവനീത ധേനുവിനെ ദാനം ചെയ്യുന്നതും അരിയും പാലും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗീർ ധേനുവും തൈര് കൊണ്ടുണ്ടാക്കുന്ന ദധിധേനുവും ഉപ്പ് കൊണ്ടുണ്ടാക്കുന്ന ലവണധേനുവും പരുത്തി കൊണ്ടുണ്ടാക്കുന്ന കർപ്പധേനുവിനെയും എല്ലാം ദാനം ചെയ്യുന്നതിനാൽ ഭക്തന് അനുപമമായ പുണ്യങ്ങൾ നേടിത്തരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രിയരെ, ഹൈന്ദവ പുരാണമായ വരാഹപുരാണത്തിൻ്റെ 7-ാം ഭാഗത്തിൽ ഭാരതീയ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. 7-ാമത്തെ ഭാഗത്തിൽ 18 വിഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിൽ ആദ്യമായി ഖോഖാമുഖ് തീർത്ഥത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്.
കോഖാമുഖ് തീർത്ഥത്തിൻ്റെ പവിത്രത വിവരിച്ചുകൊണ്ട് വരാഹ ഭഗവാൻ പൃഥ്വിയോട് ഒരു കഥ പറയുന്നു. ഒരിക്കൽ കോഖാമുഖിലെ ഒരു തടാകത്തിൽ ഒരു മുക്കുവൻ വലിയൊരു മീനിനെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്തുകൂടി പറന്നു വന്ന ഒരു പരുന്ത് താഴേക്കിറങ്ങി കാലുകൾ കൊണ്ട് മത്സ്യത്തെ റാഞ്ചിയ ശേഷം പറന്നു പോകുവാൻ ശ്രമിച്ചു. പക്ഷേ മത്സ്യം വലുതായിരുന്നതിനാൽ പരുന്തിന് അതിനെ അധിക നേരം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. തൽഫലമായി മത്സ്യത്തിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ മത്സ്യം നിലത്ത് വീണു. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, മത്സ്യം നിലം തൊട്ട ഉടനെ അത് സുന്ദരനായ ഒരു രാജകുമാരനായി മാറി. അതിനിടയിൽ മുക്കുവൻ്റെ ഭാര്യ കുറച്ച് മാംസ കഷ്ണങ്ങളുമായി അവിടെ എത്തി. ആകാശത്ത് പറന്നിരുന്ന ഒരു പരുന്ത് ആ മാംസ കഷ്ണങ്ങൾ റാഞ്ചുവാൻ ശ്രമിച്ചു. അത് കണ്ട മുക്കുവൻ അമ്പെയ്തുകൊണ്ട് ആ പരുന്തിനെ വധിച്ചു. ആ പരുന്ത് ചന്ദ്രപൂരിലെ രാജകുമാരിയായി പുനർജന്മമെടുത്തു. അതീവ സുന്ദരിയായ അവൾ പുരുഷന്മാരെ വെറുക്കുന്നവളായിരുന്നു. അതുപോലെ പുനർജന്മം കൊണ്ട രാജകുമാരനുമൊത്ത് വിധി ആഗ്രഹിച്ചതുപോലെ ഇരുവരും വിവാഹിതരായി. വിവാഹശേഷം രാജകുമാരിയുടെ മനോഭാവത്തിൽ നാടകീയമായ ഒരു മാറ്റം സംഭവിച്ചു. കാരണം അവൾക്ക് ഇപ്പോൾ പുരുഷന്മാരോട് വെറുപ്പില്ല. അവൾ തൻ്റെ ഭർത്താവിനെ വളരെയധികം സ്നേഹിച്ചു. വേർപിരിയൽ എന്ന ചിന്തയെ ഓരോ നിമിഷവും അവൾ ഭയപ്പെട്ടു. അങ്ങനെ ഇരിക്കവേ രാജകുമാരന് ഒരു ദിവസം കഠിനമായ തലവേദന അനുഭവപ്പെടുന്നു. തലവേദന ശമിക്കുന്നതിൻ്റെ ഒരു ലക്ഷണവും കാണിച്ചില്ല. രാജകുമാരിക്കതിൽ വല്ലാത്ത വിഷമം. രാജകീയ വൈദ്യനെ വിളിച്ചു വരുത്തി. വൈദ്യൻ എത്ര പരിശോധിച്ചിട്ടും രാജകുമാരൻ്റെ തലവേദന നിയന്ത്രിക്കാനോ അറുതി വരുത്തുവാനോ കഴിഞ്ഞില്ല. എങ്ങനെയോ രാജകുമാരന് തൻ്റെ മുൻ ജന്മങ്ങളെക്കുറിച്ച് എല്ലാം ഓർമ്മ വന്നു. തീർത്ഥാടനത്തിൻ്റെ പുണ്യസ്ഥലമായ കോഖാമുഖിൽ എത്തുമ്പോൾ തൻ്റെ രോഗം ഭേദമാകുമെന്ന് ഉറച്ച വിശ്വാസം അദ്ദേഹത്തിൽ ഉദിച്ചു. അതിനാൽ പത്നിയോടൊപ്പം അവിടെ പോകുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അവർ രണ്ടുപേരും കോഖാമുഖിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു മത്സ്യത്തിൻ്റെ അവശിഷ്ടമായ അസ്ഥികൂടം നിലത്ത് കിടക്കുന്നത് കണ്ടു. മുൻ ജന്മത്തിൽ ഞാനൊരു മത്സ്യമായിരുന്നുവെന്നും അസ്ഥികൂടം തൻ്റേതാണെന്നും രാജകുമാരൻ രാജകുമാരിയോട് വെളിപ്പെടുത്തി. അദ്ദേഹം തൻ്റെ തലവേദനയുടെ കാരണം വിവരിച്ചു. അത് മുൻജന്മത്തിൽ ഒരു പരുന്ത് കഠിനമായി കൊത്തിയപ്പോൾ ഉണ്ടായ പരിക്ക് മൂലമാണെന്ന് അദ്ദേഹം ഓർത്തു പറഞ്ഞു. രാജകുമാരിക്കും തൻ്റെ മുൻജന്മത്തിൽ ഒരു കൃഷ്ണപരുന്തിൻ്റെ പോലുള്ള ജന്മത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അതിനാൽ തന്നെ മുക്കുവൻ തന്നെ എങ്ങനെ കൊന്നു എന്നും അവൾ ഭർത്താവിനോട് വെളിപ്പെടുത്തി. മുൻ ജന്മത്തിൽ കോഖാമുഖിൽ വെച്ച് മരിക്കുന്നത് ഒരു അനുഗ്രഹമാണെന്ന് തെളിയിക്കുന്നു. കാരണം ഞാനൊരു രാജകുമാരിയായി പുനർജനിച്ചു. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും ഒരു രാജകുമാരിയായി ജനിക്കുമായിരുന്നില്ല. ഇരുവരും ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി രാജകുമാരന് തൻ്റെ കഠിനമായ തലവേദന സുഖപ്പെട്ടു. എല്ലാ വേദനകളുടെയും ദുരിതങ്ങളുടെയും ആശ്വാസമായ കോഖാമുഖിൻ്റെ മഹത്വമാണിത്. വരാഹപുരാണത്തിൻ്റെ 7ാം ഭാഗത്തിലെ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ രണ്ടാമതായി വിവരിക്കുന്നത് മായാപുരി, അതായത് ഹരിദ്വാർ തീർത്ഥമാണ്. മായാപുരിയുടെ പവിത്രതയെ വിവരിച്ചുകൊണ്ട് വരാഹ ഭഗവാൻ പൃഥ്വിയോട് പറഞ്ഞു, മായാപുരിയിൽ സോമശർമ്മൻ എന്നൊരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു. എൻ്റെ ദിവ്യശക്തികളെ തൻ്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണണമെന്ന് അദ്ദേഹത്തിന് അസാധ്യമായ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ഒരു ദിവസം സോമശർമ്മൻ പുണ്യഗംഗാ നദിയിൽ സ്നാനം ചെയ്യാൻ പോയി. മുങ്ങിയ ഉടനെ ഒരു നിഷാദ സ്ത്രീയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ പ്രസവിക്കുന്ന നേരത്തെ കഠിനമായ വേദന അനുഭവപ്പെടുന്നത് പോലെ തോന്നി. ശ്രീഹരിയപ്പോൾ സോമശർമ്മന് തൻ്റെ ദിവ്യശക്തിയുടെ ദർശനം നൽകാൻ തുടങ്ങുകയായിരുന്നു. അത് അദ്ദേഹത്തിനൊരു ഭയങ്കരമായ അത്ഭുതമായിരുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നയുടനെ പവിത്രമായ ജീവിതം നയിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. നിർഭാഗ്യവശാൽ ഒരു പെൺകുട്ടിയായി പുനർജന്മം എടുത്തതോടെ അദ്ദേഹം തൻ്റെ വ്രതത്തെക്കുറിച്ച് മറന്നു. കാലക്രമേണ ആ പെൺകുട്ടി വളർന്ന് ഒരു ചെറുപ്പക്കാരനായ നിഷാദനെ വിവാഹം കഴിച്ചു. അവൾക്ക് അവനിൽ നിന്ന് ധാരാളം കുട്ടികൾ ജനിച്ചു. ഒരു ദിവസം സോമശർമ്മയുടെ പുനർജന്മമെന്ന നിഷാദ പെൺകുട്ടി പുണ്യഗംഗാ നദിയിൽ കുളിക്കാൻ പോയി. അവൾ നദിയിൽ ഇറങ്ങിയുടനെ ഒരു സന്യാസിയായി സ്വയം രൂപാന്തരപ്പെട്ടു. അതോടെ അവൾ അങ്ങേയറ്റം ആശയക്കുഴപ്പത്തിലാവുന്നു. അതൊരന്ത്യമായിരുന്നില്ല, കാരണം കൂടുതൽ അത്ഭുതങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. സന്യാസി, അതായത് മുൻപ് നിഷാദ പെൺകുട്ടിയായ യഥാർത്ഥ സോമശർമ്മൻ നദിയിൽ നിന്ന് കയറി അത്ഭുതത്തോടെ ചുറ്റും നോക്കി. പിന്നീട് അദ്ദേഹം ധ്യാനിക്കാനിരുന്നു. വളരെ വേഗത്തിൽ ധ്യാനത്തിൽ മുഴുകി. വൈകുന്നേരമായപ്പോഴേക്കും ചില ഋഷിമാർ അവിടെ എത്തി. ഗുരുവേ, നിങ്ങൾ സ്നാനം ചെയ്യാൻ വന്നതല്ലേ? പിന്നെ എന്താണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്? വൈകുന്നേരമായിട്ടും തിരിച്ചെത്താതായപ്പോൾ നിങ്ങളെ കാണാതെ ഉത്കണ്ഠാകുലരായി ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയതാണ്. അതുവരെ സംഭവിച്ച എല്ലാ സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ തന്നെ സംഭവങ്ങളുടെ ഗതിയിൽ സന്യാസി അമ്പരന്നു. താൻ 50 വർഷമായി നിഷാദ സ്ത്രീയായി ചെലവഴിച്ചുവെന്നും അദ്ദേഹത്തിന് നന്നായി ബോധ്യമുണ്ട്. പക്ഷേ സന്യാസിമാരുടെ പ്രസ്താവനകൾ അനുസരിച്ച് അദ്ദേഹം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവിടെ ഉണ്ടായത്.
സന്യാസി തൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായിരുന്നു. സന്യാസിയുടെ ദയനീയമായ അവസ്ഥയിൽ എനിക്ക് സഹതാപം തോന്നി. അതിനാൽ ഞാൻ എൻ്റെ മായകൾ പിൻവലിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ദിവ്യശക്തികൾ കാണുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമായോ ഇല്ലയോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. സന്യാസി എന്നെ സ്തുതിക്കുകയും സർവശക്തൻ്റെ വഴികൾ മനസ്സിലാക്കുവാൻ യാതൊരു മനുഷ്യനാലും അസാധ്യമാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും വീണ്ടും സോമശർമ്മനാക്കി മാറ്റുകയും ചെയ്തു. ശ്രീഹരി തൻ്റെ ദിവ്യശക്തികൾ പ്രകടിപ്പിച്ച പുണ്യസ്ഥലമായ മായാപുരിയുടെ മഹത്വം അത്രമാത്രം മഹത്തരമാണ്. മായാപുരിയിലേക്ക്, അതായത് ഹരിദ്വാറിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരു ഭക്തൻ ഒരിക്കലും ലൗകിക മിഥ്യാധാരണകളിൽ അകപ്പെടില്ല. വരാഹ പുരാണത്തിന്റെ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളെക്കുറിച്ച് മൂന്നാമതായി പരാമർശിക്കുന്നത് കുബ്ജാമ്രക്, അതായത് ഋഷികേശ് തീർത്ഥമാണ്. കുബ്ജാമ്രക് തീർത്ഥത്തിന് ഈ പേര് എങ്ങനെ ലഭിച്ചു എന്ന് വിവരിച്ചുകൊണ്ട് ഭഗവാൻ വരാഹം പൃഥ്വിയോട് പറഞ്ഞു, സത്യത്തിൽ ഭൂമി വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന സമയത്ത് മധു, കൈതബൻ എന്നീ 2 ശക്തരായ അസുരന്മാരെ ഞാൻ നിഗ്രഹിച്ചിരുന്നു. 2 അസുരന്മാരെയും കൊന്നതിന് ശേഷം ഞാൻ ചുറ്റും നോക്കിയപ്പോൾ രൈമമുനി തപസ്സിൽ മുഴുകിയിരിക്കുന്നതായി ഞാൻ കണ്ടു. രൈമമുനി എൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹത്തിൽ അത്യധികം ആകൃഷ്ടനായ ഞാൻ മാവിൻ്റെ പിന്നിൽ മറഞ്ഞിരുന്നു കൊണ്ട് അദ്ദേഹത്തെ വീക്ഷിച്ചു. മാവിന് എൻ്റെ കൈകളുടെ ഭാരം താങ്ങാനാവാതെ വളഞ്ഞുപോയി. അങ്ങനെയാണ് കുബ്ജാമ്രക് തീർത്ഥത്തിന് ആ പേര് വന്നത്. വളരെ വേഗം ഞാൻ ആ മാവിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് രൈമമുനി തിരിച്ചറിഞ്ഞു. അദ്ദേഹം എന്നെ സ്തുതിക്കുകയും എല്ലാ പുണ്യസ്ഥലങ്ങളിലും വെച്ച് കുബ്ജാമ്രക് തീർത്ഥത്തിന് ഒരു പ്രത്യേക പദവി നൽകണമെന്ന് എന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ കുബ്ജാമ്രക് തീർത്ഥം ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നായി മാറി. കുബ്ജാമ്രകിന് സമീപത്ത് മറ്റു നിരവധി പുണ്യസ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. മാനസതീർത്ഥം, മായാതീർത്ഥം, സർവകാമിക് തീർത്ഥം, പൂർണ്ണമുഖ തീർത്ഥം, അഗ്നിതീർത്ഥം, ശുക്രതീർത്ഥം, മാനസർ തീർത്ഥം, സപ്ത സമുദ്ര തീർത്ഥം തുടങ്ങിയവയാണവ. കുബ്ജാമ്രക് തീർത്ഥം ഉൾപ്പെടെയുള്ള ഈ എല്ലാ പുണ്യസ്ഥലങ്ങളും ഒരു മനുഷ്യന് മോക്ഷം പ്രാപ്തമാക്കാൻ അർഹമായവയാണ്. വരാഹ പുരാണത്തിലെ പുണ്യതീർത്ഥങ്ങളുടെ പട്ടികയിൽ 4ാമത് പ്രകാശിതമായത് ബദ്രികാശ്രമമാണ്. തൻ്റെ കഥ തുടർന്നുകൊണ്ട് ഭഗവാൻ വരാഹം പൃഥ്വിയോട് പറഞ്ഞു, ഹിമാലയത്തിൽ അത്യധികം അപ്രാപ്യമായ ഒരു പുണ്യസ്ഥലമുണ്ട്. ബദ്രികാശ്രമം എന്നറിയപ്പെടുന്ന ഈ പുണ്യസ്ഥലം മറ്റെല്ലാ പുണ്യസ്ഥലങ്ങളെക്കാളും പ്രാധാന്യമുള്ള ഒരു സുപ്രധാന സ്ഥലത്താണുള്ളത്. ആ സ്ഥലത്തേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരാളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടും. പർവ്വത ശിഖരങ്ങളിൽ ബ്രഹ്മകുണ്ട് എന്നറിയപ്പെടുന്ന ഒരു ജലസംഭരണിയുണ്ട്. തുടർച്ചയായി 3 രാത്രികളിൽ ഉപവസിക്കുകയും ആ ജലസംഭരണിയിൽ പുണ്യസ്നാനം ചെയ്യുകയും ചെയ്യുന്നയാൾക്ക് അഗ്നിഷ്ഠോം യാഗം പോലുള്ള പുണ്യങ്ങൾ ലഭിക്കും. അതിൻ്റെ പരിസരത്ത് അവസാന ജന്മം എടുക്കുന്നയാൾ തീർച്ചയായും എൻ്റെ വാസസ്ഥലം പുൽകും. ബദ്രികാശ്രമത്തിന് സമീപം അഗ്നി സത്യപദം, ഇന്ദ്രലോകം, സത്യലോകം, ചതുസ്രോതം, വേദദർ തുടങ്ങിയ നിരവധി പുണ്യസ്ഥലങ്ങളുണ്ട്. ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് വേദങ്ങൾ പ്രകടമായ അതേ സ്ഥലമാണ് വേദദർ. വരാഹ പുരാണത്തിലെ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളിൽ 5ാമതായി പ്രതിപാദിക്കുന്നത് മന്ദർ തീർത്ഥമാണ്. മന്ദർ തീർത്ഥത്തിന് ഈ പേര് ലഭിച്ചത് മന്ദർ എന്ന സ്വർഗീയ വൃക്ഷത്തിൻ്റെ പേരിലാണ്. വിന്ധ്യപർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് ഈ പുണ്യ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ വലിയൊരു മന്ത്രവൃക്ഷമുണ്ട്. അതിന് ചില സവിശേഷ ഗുണങ്ങളുമുണ്ട്. 12, 14 ദിവസങ്ങളിൽ മാത്രമേ ഈ വൃക്ഷം ദൃശ്യമാകൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് അദൃശ്യമാകും. മന്ദർ തീർത്ഥത്തിന് സമീപമുള്ള മറ്റു ചില പുണ്യസ്ഥലങ്ങൾ പ്രപഞ്ചൻ, മോദൻ, വൈകുണ്ഠകാരൻ മുതലായവയാണ്. മന്ദർ എന്ന പേരിൽ മറ്റൊരു പുണ്യസ്ഥലമുണ്ട്. പക്ഷേ അത് മേരു പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പുണ്യസ്ഥലം സെമന്ത പഞ്ചക് എന്നും അറിയപ്പെടുന്നു. ഈ പുണ്യസ്ഥലത്തിന്റെ ഒരു പ്രധാന സവിശേഷത ഗദ, ചക്രം, കലപ്പ, ശംഖ് എന്നിവയോട് സാമ്യമുള്ള വലിയ പാറകൾ ഇവിടെയുണ്ട് എന്നതാണ്. വരാഹ പുരാണത്തിൽ 6ാമതായി പ്രതിപാദിക്കുന്ന പുണ്യസ്ഥലമാണ് സോമേശ്വരലിംഗം. തൻ്റെ ഭാര്യ പിതാവായ ദക്ഷ പ്രജാപതിയുടെ ശാപമോക്ഷം ലഭിക്കാൻ ചന്ദ്രദേവൻ ഒരിക്കൽ കഠിനമായ തപസ് ചെയ്തു. തപസ്സിനായി ചന്ദ്രദേവൻ ഒരു ശിവലിംഗം നിർമ്മിച്ച് അതിനെ ആരാധിച്ചു. ഒടുവിൽ ചന്ദ്രദേവന്റെ അഭ്യർത്ഥന പ്രകാരം ശിവൻ പ്രത്യക്ഷപ്പെട്ട് ആ പ്രത്യേക ശിവലിംഗത്തിൽ വസിക്കാൻ സമ്മതിച്ചു. ഈ സോമേശ്വര ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായി ഒരു ജലസംഭരണിയുണ്ട്. അത് ഒരു മനുഷ്യനെ അവൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലക്രമേണ ഈ സ്ഥലം സോമേശ്വരലിംഗം എന്ന പേരിൽ പ്രസിദ്ധമായി. വരാഹപുരാണം 7ാമതായി പ്രതിപാദിക്കുന്ന പുണ്യതീർത്ഥം സാലഗ്രാമക്ഷേത്രമാണ്. ശലങ്കയൻ നടത്തിയ പ്രശസ്തമായ തപസ്സിനെക്കുറിച്ച് പ്രകാശിതമാക്കുവാൻ പൃഥ്വി ഭഗവാൻ വരാഹത്തോട് അഭ്യർത്ഥിച്ചു. അതിനാൽ ഭഗവാൻ വരാഹം ഒരു കഥ വിവരിക്കുന്നു. വളരെ കാലം മുൻപ് ശലങ്കയൻ എന്ന മഹർഷി എന്നെ പ്രീതിപ്പെടുത്തുവാൻ ഒരു കഠിനമായ തപസ് ചെയ്തു. സമീപത്ത് ഒരു സ്ഥലവൃക്ഷമുണ്ടായിരുന്നു. ആ പുണ്യവൃക്ഷത്തിൽ ഞാൻ വസിക്കുന്നുണ്ടെന്ന് ആ മുനിക്ക് അറിയില്ലായിരുന്നു.
ഞാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിവനെപ്പോലെ ഗുണങ്ങളുള്ള ഒരു ദിവ്യപുത്രനെ തനിക്ക് അനുഗ്രഹിച്ച് നൽകണമെന്ന് അദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ, അതായത് നന്ദികേശ്വരൻ, ഇതിനകം തന്നെ അവതരിച്ചുവെന്നും നിലവിൽ വ്രജത്തിൽ, അതായത് മധുരയിൽ താമസിക്കുന്നുണ്ടെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. സാലവൃക്ഷത്തിൽ ഞാൻ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അജ്ഞത കാരണം ഈ വസ്തുത താങ്കൾക്ക് അറിയില്ലായിരുന്നുവെന്നും ഞാൻ വെളിപ്പെടുത്തി. കാലക്രമേണ ഈ സ്ഥലം തന്നെ സാലഗ്രാമ തീർത്ഥം എന്ന പേരിൽ പ്രസിദ്ധമായി. ഈ പുണ്യസ്ഥലത്തേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരു ഭക്തൻ എല്ലാത്തരം ലൗകിക ബന്ധങ്ങളിൽ നിന്നും മുക്തനാകുന്നു. വരാഹപുരാണം പ്രതിപാദിക്കുന്ന 8ാമത്തെ പുണ്യതീർത്ഥ സ്ഥലമാണ് രുരു ക്ഷേത്രം. ഭഗവാൻ വരാഹം പൃഥ്വിയോട് പറഞ്ഞു, ദേവദത്തൻ്റെയും അപ്സരസായ പ്രേംലോചയുടെയും മകളായ രുരുവിൻ്റെ പേരിലാണ് ഈ പുണ്യസ്ഥലം അറിയപ്പെടുന്നത്. ഭൃഗുമുനിയുടെ വംശപരമ്പരയിൽ നിന്നുമാണ് ദേവദത്തൻ വന്നത്. ഒരിക്കൽ ദേവദത്തൻ ശിവനെ പ്രീതിപ്പെടുത്തുവാൻ കഠിനമായ തപസ് ചെയ്തു. 10,000 വർഷക്കാലം അദ്ദേഹം തപസ് തുടർന്നു. അതിൽ വിഷമിച്ച ഇന്ദ്രൻ തപസ്സിനെ തടസ്സപ്പെടുത്തുവാൻ പ്രേംലോച എന്ന സുന്ദരിയായ അപ്സരസിനെ അയച്ചു. നിർഭാഗ്യവശാൽ ഇന്ദ്രൻ ഒരുക്കിയ കെണിയിൽ ദേവദത്തൻ വീണു. അദ്ദേഹം പ്രേംലോചയുടെ ദിവ്യ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി വളരെ കാലം അവളുമൊത്ത് ഹൃദ്യമായ ജീവിതം ആസ്വദിച്ചു. ഒടുവിൽ തൻ്റെ തെറ്റു മനസ്സിലാക്കി സ്വന്തം മണ്ടത്തരത്തിൽ പശ്ചാത്തപിച്ചു. പ്രേംലോചയെ ഉപേക്ഷിച്ച് വീണ്ടും തപസ് ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഒടുവിൽ ശിവനെ പ്രീതിപ്പെടുത്തുന്നതിലും ശിവലോകം നേടുന്നതിലും അദ്ദേഹം വിജയിച്ചു. അതേസമയം ഗർഭിണിയായിരുന്ന പ്രേംലോച ഒരു പെൺകുഞ്ഞിൻ്റെ പ്രസവാനന്തരം മരിച്ചു. ആ പെൺകുഞ്ഞിനെ രുരു എന്ന മാൻ വളർത്തി. അതിനുശേഷം അവൾക്ക് ആ മാനിൻ്റെ പേര് ലഭിച്ചു. കാലക്രമേണ രുരു വളർന്നതിന് ശേഷം രുരു തപസ്സിലൂടെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു. അതിതീവ്രമായി 100 വർഷം അവൾ കഠിന തപസ് ചെയ്തു. ഒടുവിൽ അവളുടെ പൂർണ്ണ ഭക്തിയിൽ സന്തുഷ്ടനായി ഞാൻ അവളുടെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. ആ സ്ഥലത്തിന് അവളുടെ പേര് നൽകുവാൻ അവൾ എന്നോട് ആവശ്യപ്പെടുന്നു. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അങ്ങനെ ആ സ്ഥലം രുരു ക്ഷേത്രം എന്നറിയപ്പെടുകയും ചെയ്തു. വരാഹപുരാണം വിവരിക്കുന്ന 9ാമത്തെ പുണ്യതീർത്ഥമാണ് ഗോനിഷ്ക്രമണ തീർത്ഥം. വരാഹ ഭഗവാൻ പൃഥ്വിയോട് പറഞ്ഞു, ഗോനിഷ്ക്രമണ തീർത്ഥം ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവൻ അഗ്നിക്കിരയാക്കിയ ഈ പുണ്യസ്ഥലത്താണ് ഔറുമുനി തൻ്റെ ആശ്രമം സ്ഥാപിച്ചിരുന്നത്. ഔർവൻ ശിവനെ ശപിച്ചതിൻ്റെ ഫലമായി ശിവൻ അസ്വസ്ഥനായി ലോകം മുഴുവൻ അലഞ്ഞു നടക്കുവാൻ തുടങ്ങി. ഒരിക്കൽ ശിവൻ പത്നിയായ ഉമയോടൊപ്പം ഔർവ മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത മാറ്റാൻ സഹായം തേടുക എന്നതായിരുന്നു സന്ദർശനത്തിൻ്റെ ഉദ്ദേശ്യം. ഔർവ മഹർഷി സുരഭി പശുവിൻ്റെ പാലിൽ കുളിക്കാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. പിന്നീട് ഞാൻ സ്വർഗത്തിൽ നിന്ന് 77 സുരഭി പശുക്കളെ ഭൂമിയിലേക്ക് ഇറക്കി. അങ്ങനെ ശിവനെ അവയുടെ പാലിൽ കുളിക്കാൻ സഹായിച്ചതോടെ ശിവന്റെ അനിഷ്ടം അവസാനിച്ചു. അതോടെ ഈ സ്ഥലം ഗോനിഷ്ക്രമണ തീർത്ഥം എന്ന പേരിൽ പ്രസിദ്ധമായി. 10ാമതായി വരാഹപുരാണം സ്തുതുൽസാമി തീർത്ഥത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തുടർന്ന് വരാഹ ഭഗവാൻ സ്തുതുൽസാമി തീർത്ഥത്തിൻ്റെ മഹത്വം വിവരിച്ചുകൊണ്ട് പൃഥ്വിയോട് പറഞ്ഞു, ദ്വാപരയുഗത്തിൽ ഞാൻ ഈ സ്ഥലത്ത് കൃഷ്ണനായി അവതരിക്കും. വസുദേവരുടെയും ദേവകിയുടെയും ഗൃഹത്തിൽ ഞാൻ ജനിക്കും. സ്തുതുൽസാമി തീർത്ഥത്തിൽ നിന്ന് ഏകദേശം 5 കോശങ്ങൾ അകലെ ഒരു കുളമുണ്ട്. അതിലെ പുണ്യജലത്തിൽ 5 ദിവസം പുണ്യസ്നാനം ചെയ്യുന്ന ഏതൊരാൾക്കും എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. വരാഹപുരാണത്തിൻ്റെ പുണ്യതീർത്ഥങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 7ാം ഭാഗത്തിലെ 11ാം വിഭാഗത്തിൽ ദ്വാരകയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഭഗവാൻ പൃഥ്വിയോട് പറഞ്ഞു, ദ്വാരകയിൽ പഞ്ചസാർ എന്നൊരു പുണ്യസ്ഥലമുണ്ട്. അവിടെ 6 ദിവസം താമസിച്ച് പഞ്ചസാറിൽ പുണ്യസ്നാനം ചെയ്യുന്ന ഏതൊരാൾക്കും ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ കഴിയും. ദ്വാരക കടൽ തീരത്താണ് ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ജീവിക്കുന്ന മുതലകൾ സ്നാനം നടത്തുന്ന ആളുകളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. ഈ മുതലകൾക്കും ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. ഒരു പാപി അവർക്ക് അർപ്പിക്കുന്ന യാതൊന്നും അവ ഒരിക്കലും ഭക്ഷിക്കില്ല. എന്നാൽ ഒരു സദ്വൃത്തനിൽ നിന്ന് ഒന്നും തന്നെ മടി കൂടാതെ അവ സ്വീകരിക്കുകയും ചെയ്യും. ദ്വാരകയിലും പരിസരത്തും പഞ്ചപിണ്ഡം, ഹൻസ് തീർത്ഥം, ഹൻസ്കുണ്ഡം, ചക്രതീർത്ഥം, രൈവതകം, വിഷ്ണു ശങ്കരം മുതലായ നിരവധി പുണ്യസ്ഥലങ്ങളുണ്ട്. വിഷ്ണു ശങ്കരം എന്നത് എൻ്റെ കൃഷ്ണാവതാരത്തിൽ ജാരൻ എന്ന വേട്ടക്കാരനാൽ ഞാൻ കൊല്ലപ്പെടുന്ന സ്ഥലമാണ്. 12ാം വിഭാഗത്തിൽ വരാഹപുരാണത്തിൽ സനന്തൂർ തീർത്ഥത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മലയ പർവ്വതത്തിനും സമുദ്രത്തിനും ഇടയിലാണ് ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സമീപത്ത് സംഗമൻ എന്ന മറ്റൊരു പുണ്യസ്ഥലവുമുണ്ട്. ശ്രീരാമൻ ലങ്കയിലേക്കുള്ള യാത്രാമധ്യേ സമുദ്രവുമായി ഏറ്റുമുട്ടിയ സ്ഥലമാണിത്. ശക്രസാരം, ശൂർ ചരക് തുടങ്ങിയ നിരവധി പുണ്യസ്ഥലങ്ങളും സമീപത്തുണ്ട്. ശൂർ ചരകത്തിൽ ശ്രീരാമൻ്റെയും പരശുരാമൻ്റെയും ആശ്രമങ്ങളുമുണ്ട്. വരാഹപുരാണം 7ാം ഭാഗത്തിലെ 13ാം വിഭാഗത്തിൽ ലോഹർഗൽ തീർത്ഥമെന്ന പുണ്യ തീർത്ഥാടന കേന്ദ്രത്തെ പരിചയപ്പെടുത്തുന്നു. ഭഗവാൻ പൃഥ്വിയോട് പറഞ്ഞു, ഏകദേശം 30 യോജന അകലെ സ്ഥിതി ചെയ്യുന്നതും മ്ലേച്ഛന്മാർ വസിക്കുന്നതുമായ ഒരു പ്രദേശമുണ്ട്. ഈ പ്രദേശം അതിൻ്റെ മധ്യഭാഗവും തെക്കൻ ഭാഗങ്ങളിലും ഹിമാലയ പർവ്വതത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ലോഹർഗൽ തീർത്ഥം ഈ പ്രദേശത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്.
പ്രകൃതിയാൽ നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇവിടം അപ്രാപ്യമാണ്. ഒരിക്കൽ അസുരന്മാർ ഈ പുണ്യസ്ഥലം ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരെയെല്ലാം ഞാൻ നിഗ്രഹിച്ചു. ബ്രഹ്മാവിനെയും രുദ്രനെയും അസുരന്മാരുടെ കോപത്തിൽ നിന്ന് ഞാൻ സംരക്ഷിക്കുകയും ആ സ്ഥലത്തിന് ലോഹർഗൽ എന്ന് പേരിടുകയും ചെയ്തു. ലോഹർഗൽ ഏറ്റവും പവിത്രമായ തീർത്ഥാടന സ്ഥലമാണ്. 25 യോജന വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇത് സ്വയം പ്രകടമായ ഒരു സ്ഥലമാണ്. അതുകൂടാതെ വളരെയധികം മതപരമായ പ്രാധാന്യവുമുണ്ട്. മധുരയെക്കുറിച്ചാണ് 14ാമതായി അതിൻ്റെ 7ാം ഭാഗത്തിൽ വരാഹപുരാണം പ്രതിപാദിക്കുന്നത്. മധുരയുടെ മഹത്വം വിവരിച്ചുകൊണ്ട് വരാഹ ഭഗവാൻ പൃഥ്വിയോട് പറഞ്ഞു, മധുര എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം ഞാൻ കൃഷ്ണനായി അവതാരമെടുത്ത സ്ഥലമാണിത്. മധുരയാണ് ഏറ്റവും പവിത്രമായ സ്ഥലം. മറ്റൊരു പുണ്യസ്ഥലത്തെയും അതിനോട് താരതമ്യപ്പെടുത്തുവാനാവില്ല. മധുരയിലും പരിസരത്തും മറ്റും നിരവധി പുണ്യസ്ഥലങ്ങളുണ്ട്. വിശ്രാന്തി, സൂര്യതീർത്ഥം, കോടീതീർത്ഥം, വായുതീർത്ഥം മുതലായവയാണവ. അവയിൽ ഓരോന്നിനും അതിൻ്റേതായ മതപരമായ പ്രാധാന്യമുണ്ട്. വത്സകൃന്ദൻ എന്ന പേരുള്ള ഒരു പുണ്യകുളം മധുര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ പുണ്യകുളത്തിൽ സ്നാനം ചെയ്യുന്ന ഏതൊരാൾക്കും വായുവിൻ്റെ വാസസ്ഥലം തീർച്ചയായും ലഭിക്കും. അതിന് സമീപത്താണ് വൃന്ദാവനം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ പല ദിവ്യ നാടകങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും പുണ്യമായ സ്ഥലം. വരാഹപുരാണം 7ാം ഭാഗത്തെ 15ാം വിഭാഗത്തിൽ ചക്രതീർത്ഥത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മധുരയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഭദ്രേശ്വര ഭഗവാന്റെ വാസസ്ഥലം. ചക്രതീർത്ഥത്തിലേക്ക് തീർത്ഥാടനം നടത്തി ഒരു ദിവസം ഉപവസിക്കുന്ന ഒരാൾ ഗുരുതരമായ പാപങ്ങളിൽ നിന്ന് മുക്തനാകും. 7ാം ഭാഗത്തിലെ 16ാം വിഭാഗത്തിൽ വരാഹപുരാണം കപിലതീർത്ഥമെന്ന പുണ്യതീർത്ഥത്തിൻ്റെ സംഗ്രഹം വിവരിക്കുന്നു. കപില വരാഹത്തിൻ്റെ, അതായത് കപില മഹർഷി നിർമ്മിച്ച വരാഹ വിഗ്രഹത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഭഗവാൻ വരാഹം പൃഥ്വിയോട് പറഞ്ഞു. കപിലമുനി എൻ്റെ വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം എൻ്റെ വിഗ്രഹം നിർമ്മിച്ച് പതിവായി ആരാധിച്ചിരുന്നു. പിന്നീടത് ഇന്ദ്രൻ സ്വന്തമാക്കി ആരാധിക്കാൻ തുടങ്ങി. ഒരു യുദ്ധത്തിൽ ഇന്ദ്രനെ പരാജയപ്പെടുത്തിയ ശേഷം അസുര രാജാവായ രാവണൻ അതിനെ ലങ്കയിലേക്ക് കൊണ്ടുപോയി. ത്രേതായുഗത്തിൽ ഞാൻ ശ്രീരാമന്റെ രൂപത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സഹോദരനായ വിഭീഷണനെ രാജാവാക്കി. അങ്ങനെ വിഗ്രഹം വിഭീഷണന്റെ കൈവശമായി. പക്ഷേ എൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം അത് ഉപേക്ഷിക്കുവാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ ആ വിഗ്രഹം അയോധ്യയിലേക്ക് കൊണ്ടുവന്നത്. അയോധ്യയിലെത്തിയതിനു ശേഷം ലവണാസുരനെ വധിച്ചതിനുള്ള പ്രതിഫലമായി ഞാനത് ശത്രുഘ്നന് സമർപ്പിച്ചു. പിന്നീട് ശത്രുഘ്നൻ മധുരയിലേക്ക് പോകുമ്പോൾ ആ വിഗ്രഹം തന്നോടൊപ്പം കൊണ്ടുപോയി. വരാഹപുരാണം 17ാമതായി പ്രതിപാദിക്കുന്ന പുണ്യതീർത്ഥസ്ഥലം ഗോവർദ്ധന തീർത്ഥമാണ്. വിവിധ പുണ്യസ്ഥലങ്ങളുടെ വിവരണം തുടർന്നുകൊണ്ട് ഭഗവാൻ വരാഹം ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പൃഥ്വിയോട് പറഞ്ഞു. മധുരയ്ക്കടുത്താണ് ഗോവർദ്ധന പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ദ്വാപരയുഗത്തിൽ എൻ്റെ ഒരു വലിയ നേട്ടത്തിന് ഇത് സാക്ഷ്യം വഹിക്കുമെന്നതിനാൽ ഇവിടത്തിന് വലിയ മതപരമായ പ്രാധാന്യമുണ്ടാകും. ഇന്ദ്രൻ മൂലമുണ്ടാകുന്ന തുടർച്ചയായ മഴയിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ ഞാൻ ഈ പർവ്വതം ഉയർത്തും. ഗോവർദ്ധന പർവ്വതത്തിന് സമീപം ഇന്ദ്രതീർത്ഥം, യമതീർത്ഥം, വരുണതീർത്ഥം, കുബേരതീർത്ഥം തുടങ്ങിയ നിരവധി മതപരമായ പുണ്യസ്ഥലങ്ങളുണ്ട്. കദംബഗണ്ഡം എന്ന പ്രശസ്തമായ ഒരു ശുദ്ധജല തടാകവും ഇവിടെയുണ്ട്. അവിടെ ആളുകൾ അവരുടെ പൂർവികർക്കായി തർപ്പണം ചെയ്യുന്നു. വരാഹപുരാണത്തിലെ 7ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്ന പുണ്യതീർത്ഥ സ്ഥലങ്ങളുടെ വിഭാഗത്തിൽ 18ാമത്തേതും അവസാനത്തേതുമായ തീർത്ഥം ഗോകർണ തീർത്ഥമാണ്. ഗോകർണ തീർത്ഥത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ വരാഹൻ പൃഥ്വിയോട് പറഞ്ഞു. വളരെ കാലം മുൻപ് മധുരയിൽ വസുകർണൻ എന്നൊരു വൈശ്യൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുശീല വളരെയധികം മതഭക്തിയുള്ളവളായിരുന്നു. പക്ഷേ അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൾ സരസ്വതി നദിയിൽ കുളിക്കാൻ പോയപ്പോൾ നിരവധി സ്ത്രീകൾ അവിടെ കുളിക്കുന്നത് കണ്ടു. ഈ സ്ത്രീകളുടെ കുട്ടികൾ സമീപത്തു തന്നെ കുളിക്കുകയായിരുന്നു. ആ കാഴ്ചയിൽ തൻ്റെ ദൗർഭാഗ്യത്തെയോർത്ത് അവൾ വളരെയധികം ദുഃഖിതയായി. അവളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ കരയാൻ തുടങ്ങി. അവൾ കരയുന്നത് ശ്രദ്ധിച്ച ഒരു മുനി അവളോട് ആ ദുഃഖത്തിൻ്റെ കാരണമന്വേഷിച്ചു. സുശീല തൻ്റെ ദുഃഖകഥ അദ്ദേഹത്തോട് പറഞ്ഞു. മുനിക്ക് അവളിൽ കരുണ തോന്നിയതിനാൽ ഭഗവാൻ ഗോകർണനെ ആരാധിക്കാൻ ഉപദേശിച്ചു. മുനി അവളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് തീർച്ചയായും ഒരു മകൻ ജനിക്കും. സുശീല വീട്ടിൽ പോയി തൻ്റെ ഭർത്താവിനോട് മുഴുവൻ സംഭവവും വിശദീകരിച്ചു. ഇരുവരും പൂർണ്ണ ഭക്തിയോടെ ഗോകർണ മഹാദേവനെ ആരാധിക്കാൻ തുടങ്ങി. 10 വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു പുത്രൻ ജനിച്ചു. ദേവതയോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ വാസുകർണൻ ആ കുഞ്ഞിന് ഗോകർണൻ എന്ന് പേര് നൽകി. കാലക്രമേണ ഗോകർണൻ വളർന്നു, വിവാഹം കഴിച്ചു. പക്ഷേ വളരെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടായില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവ് അവനെ ഒന്നിനു പുറകെ ഒന്നായി 3 വിവാഹം കഴിപ്പിച്ചു. പക്ഷേ അതുപോലും ഗോകർണന് ഒരു പരിഹാരം സിദ്ധിച്ചില്ല. അതുകാരണം അവൻ സന്താന സൗഭാഗ്യമില്ലാത്ത ഒരു വ്യക്തിയായി തുടർന്നു. ഗോകർണൻ അതിൽ അതിയായ ദുഃഖം.
വിവിധ ജീവിത കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന പുണ്യങ്ങൾ നിമിത്തം ഒരു പുത്രനെ ലഭിക്കാൻ അനുഗ്രഹീതനാകുമെന്ന് കരുതി നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും യാത്രക്കാരുടെ പ്രയോജനത്തിനായി കിണറുകൾ കുഴിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അതിനാൽ തന്നെ വളരെ വേഗം അവൻ്റെ സമ്പാദ്യമെല്ലാം തീർന്നു. അതോടെ അവൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ചും അദ്ദേഹം ആശങ്കാകുലനായി. അതിനാൽ ധനം സമ്പാദിക്കാൻ ദൂരദേശങ്ങളിലേക്ക് പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ യാത്രയ്ക്കിടെ ഒരു ദിവ്യ തത്തയെ കണ്ടുമുട്ടി. അതിന് അപാരമായ അറിവുള്ളത് തിരിച്ചറിഞ്ഞു. ഗോകർണൻ ആ തത്തയുടെ അറിവിൽ വളരെയധികം ആകൃഷ്ടനായി. ഇത്രയും ദിവ്യമായ അറിവ് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് തത്തയോട് ചോദിച്ചു. ഞാൻ എൻ്റെ മുൻജന്മത്തിൽ ശൂക്കോദരനാണെന്നും ഒരു പണ്ഡിതനായിരുന്നുവെന്നും തത്ത അവനോട് വെളിപ്പെടുത്തി. ശുകദേവ മുനിയുടെ ശാപം മൂലമാണ് അയാൾ തത്തയുടെ രൂപം പ്രാപിച്ചത്. അടുത്ത ജന്മത്തിൽ എൻ്റെ എല്ലാ അറിവുകളും നിലനിൽക്കുമെന്ന ഒരു ഇളവ് അദ്ദേഹം എനിക്ക് തന്നു. ഒരു പക്ഷിപ്പിടിയൻ്റെ കൂട്ടിൽ ഞാൻ എങ്ങനെ അകപ്പെട്ടുവെന്നും ഈ തടവിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമെന്നും തത്ത ഗോകർണനോട് അഭ്യർത്ഥിച്ചു. ഗോകർണൻ പക്ഷിപ്പിടിയനോട് ആ പണ്ഡിതനായ തത്തയെ തനിക്ക് നൽകുവാൻ അപേക്ഷിച്ചു. അയാൾ സമ്മതിക്കുന്നു. പക്ഷേ അതിന് പ്രതിഫലമായി ഗോകർണൻ നേടിയ എല്ലാ പുണ്യങ്ങളും അയാൾക്ക് നൽകണം. ഗോകർണൻ സന്തോഷത്തോടെ തൻ്റെ എല്ലാ പുണ്യങ്ങളും ദാനം ചെയ്യാൻ സമ്മതിച്ചു. തത്തയുമായി മുൻപോട്ട് പോയി. അതോടെ ഗോകർണന് അതുവരെ നേടിയെടുത്ത എല്ലാ പുണ്യങ്ങളും നഷ്ടപ്പെട്ടു. ഒരിക്കൽ തൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു യാത്രയിലായിരുന്നപ്പോൾ കപ്പൽ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. അതിജീവനത്തിനായുള്ള സാധ്യത മങ്ങലിലായി. ഗോകർണൻ്റെ പാപങ്ങൾ കൊണ്ടാണ് തങ്ങൾക്ക് ഈ ദുരന്തം സംഭവിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ സഹയാത്രികർക്കും തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ആളുകൾ തൻ്റെ യജമാനനെക്കുറിച്ച് പറയുന്നത് കേട്ട് തത്ത ദുഃഖിതയായി. അതിനാൽ അത് അവനെ സഹായിക്കാൻ തീരുമാനിച്ചുകൊണ്ട് വടക്കോട്ട് പറന്നു. പറക്കുന്നതിനിടയിൽ തത്ത നിരവധി ദിവ്യ സ്ത്രീകളും മറ്റു ജീവികളും ആരാധനയ്ക്കായി ഒത്തുകൂടിയ ഒരു വിഷ്ണു ക്ഷേത്രം കണ്ടെത്തി. ജഡായുവിൻ്റെ പിൻഗാമികളും അതിൽ ഉണ്ടായിരുന്നു. തത്ത തൻ്റെ യജമാനൻ്റെ ദുഃഖകരമായ കഥ എല്ലാവരോടും പറഞ്ഞു. എല്ലാ ദിവ്യ പക്ഷികളും ഗോകർണനെ സഹായിക്കാൻ തീരുമാനിച്ചു. ദിവ്യ പക്ഷികൾ തത്തയോട് തങ്ങളെ പിന്തുടരുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഗോകർണൻ്റെ കപ്പൽ കുടുങ്ങിയ സ്ഥലത്തേക്ക് പറന്നു. ഒടുവിൽ ഗോകർണനെ രക്ഷപ്പെടുത്തി അതേ ക്ഷേത്രത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ അവർ വിജയിച്ചു. ഗോകർണൻ ഭഗവാൻ കേശവനെ ആരാധിക്കുകയും തൻ്റെ പൂർവികരുടെ പേരിൽ തർപ്പണം നടത്തുകയും ചെയ്തു. അതിനിടയിൽ എല്ലാ ദിവ്യ സ്ത്രീകളും ആരാധനയ്ക്കായി അവിടെയെത്തി. ഗോകർണനെ കണ്ടുമുട്ടിയതിൽ അവർക്കും സന്തോഷം. അദ്ദേഹത്തിന് അവർ ദിവ്യമായ ഭക്ഷണം നൽകി. ഇഷ്ടമുള്ളിടത്തോളം കാലം അവിടെ താമസിക്കാൻ അവർ അദ്ദേഹത്തെ അനുവദിച്ചു. അതിനിടയിൽ കപ്പൽ തിരികെ കടൽ തീരത്ത് തിരിച്ചെത്തി. ഗോകർണൻ്റെ കൂട്ടാളികൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കാണുകയും മുഴുവൻ സംഭവവും അവരോട് വിവരിക്കുകയും ചെയ്തു. ആ മാതാപിതാക്കൾ മകൻ്റെ വിധിയിൽ ദുഃഖിതരായി. മറുവശത്ത് ഗോകർണൻ വളരെ കാലം ആ ക്ഷേത്രത്തിൽ താമസിച്ചു. തൻ്റെ പിതാവിനെ കണ്ടിട്ട് വളരെ കാലമായതിനാൽ അദ്ദേഹത്തിന് അവരെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. തൻ്റെ വാർത്തകൾ അവരെ അറിയിക്കാൻ അദ്ദേഹം തത്തയെ അയച്ചു. തത്ത മധുരയിലേക്ക് പറന്നുയർന്ന് പിതാവായ വസുകർണനെ കണ്ടു. മകൻ്റെ ജീവൻ രക്ഷിച്ചതിന് തത്തയോട് പിതാവ് നന്ദി പറഞ്ഞു. തുടർന്ന് തത്ത തിരിച്ചു പറന്നുയർന്ന് ഗോകർണന് സന്തോഷ വാർത്ത കൊണ്ടുവന്നു. ഒരു ദിവസം ഗോകർണൻ ആ ദിവ്യ സ്ത്രീകളെ അത്യധികം ദുഃഖിതരായി കണ്ടു. ചോദിച്ചപ്പോൾ അയോധ്യയിലെ രാജാവ് മനോഹരമായ ഉദ്യാനങ്ങൾ നശിപ്പിച്ചുവെന്നും അതാണ് അവരുടെ ദുഃഖത്തിന് കാരണമെന്നും അവർ പറഞ്ഞു. ആ രാജാവിനെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചാൽ അദ്ദേഹത്തിൻ്റെ ദുഷ്പ്രവണത ഉപേക്ഷിക്കാൻ രാജാവിനെ ബോധ്യപ്പെടുത്താമെന്ന് ഗോകർണൻ അവർക്ക് ഉറപ്പു നൽകി. അതിനായി ദിവ്യ സ്ത്രീകൾ ഗോകർണന് ഒരു ദിവ്യ വിമാനം നൽകി. അതിലദ്ദേഹം മധുരയിലെത്തി. ഗോകർണൻ രാജാവിനെ കണ്ടുമുട്ടുകയും അതിമനോഹരമായ ഉദ്യാനങ്ങൾ നശിപ്പിക്കുന്നതിനെതിരെ അദ്ദേഹത്തിന് പ്രബോധനം നൽകുവാനും കഴിഞ്ഞു. ഗോകർണൻ്റെ അറിവിൽ രാജാവ് അത്യധികം ആകർഷ്ടനായി. അതുകൊണ്ട് തന്നെ ധാരാളം സമ്പത്ത് സമ്മാനിച്ചു. അങ്ങനെ എല്ലാ ദിവ്യ സ്ത്രീകളും വീണ്ടും സന്തുഷ്ടരായി. പിന്നെ ഗോകർണൻ സ്വഗൃഹത്തിലേക്ക് പോയി കുടുംബാംഗങ്ങളെ കണ്ടു. അദ്ദേഹത്തെ കണ്ടതിനാൽ മാതാപിതാക്കൾക്കും ഭാര്യമാർക്കും അതിയായ സന്തോഷം. തുടർന്ന് ഗോകർണൻ തൻ്റെ രക്ഷകനായ പണ്ഡിത തത്തയെ ആദരിക്കുന്നതിനായി ഒരു ശുകദേവ ക്ഷേത്രം പണിതു. ആ തത്ത നിമിത്തമാണ് അദ്ദേഹത്തിന് ഇത്രയും ജ്ഞാനോദയമുണ്ടായത്. പക്ഷിപിടിയനോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ ഗോകർണൻ പുണ്യസംഗമമായ ത്രിവേണിയിൽ കുളിച്ചു നേടിയ എല്ലാ പുണ്യങ്ങളും ദാനം ചെയ്തു. കാരണം പക്ഷിപിടിയൻ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അറിവുള്ള ഈ തത്തയെ ലഭിക്കുമായിരുന്നില്ല. തുടർന്ന് ഗോകർണൻ വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു. പ്രിയരെ, വരാഹപുരാണത്തിൻ്റെ 5-ാം വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. 6-ാം വീഡിയോയിൽ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയെക്കുറിച്ചും പിതൃകർമ്മങ്ങളിലെ അന്ത്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെക്കുറിച്ചും പരിശോധിക്കാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.